നമസ്കാരം. പത്രദൃശ്യ മാധ്യമങ്ങളാകെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചർച്ച ചെയ്യേണ്ട നാലാം തൂണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പത്രധർമ്മത്തിൽ അതൊന്നും പാലിക്കാത്ത പത്രദൃശ്യ മാധ്യമങ്ങൾ, പത്രപ്രവർത്തനം നടത്തുന്നവർ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും ഉണ്ടായ തോൽവിയെ സംബന്ധിച്ച് നട്ടാൽ കുരുക്കാത്ത പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ ഗവൺമെൻറ് നടപ്പിലാക്കേണ്ട സംഗതികളെ സംബന്ധിച്ചോ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചോ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും പറയാതെ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് ഉൾപ്പെടെ ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ അതൊന്നും ചർച്ചയാക്കാതെ ഇപ്പോൾ CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നന്നാക്കുന്ന തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളുടെ പെരുമഴ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. CPIM എന്ന പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർ തെറ്റുകൾ മനസ്സിലാക്കി അവരുടെ കമ്മിറ്റികളിലും അതാത് ഘടകങ്ങളിലും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അനുഭാവി ആളുകളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ച് വിശദമായ ചർച്ചയും പ്രവർത്തനങ്ങളും പരിപാടികളുമൊക്കെ നടത്തുമെന്നുള്ളത് ആർക്കും അറിയാഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റു ഘടകങ്ങളുമൊക്കെ വലിയ രീതിയിൽ രൂക്ഷമായ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ് എന്നൊക്കെ ഊതി വീർപ്പിച്ച നട്ടാൽ കുരുക്കാത്ത നുണകൾ ഏതെങ്കിലും പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് ലഭ്യമാവാത്ത വാർത്തകൾ പോലും ഊഹാപോഹങ്ങൾ വെച്ച് പെരുപ്പിച്ച് കാട്ടുന്ന ഒരു പ്രവർത്തനമാണ് പത്രദൃശ്യ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF-ൻ്റെയും അതുപോലെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ, ആ വലതുപക്ഷ മാധ്യമങ്ങൾ UDF-ന് അനുകൂലകരമായിട്ടുള്ള നിലപാടുകൾ ഇലക്ഷന് എത്രയോ മുൻപ് തന്നെ അവരുടെ ചെല്ലും ചലാനവും മേടിച്ച് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ അതിന് ശേഷവും UDF-ൻ്റെ പാളിച്ചകളും ജാള്യതകളും അതുപോലെ തന്നെ അവർക്കുണ്ടായ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കാതെ അല്ലെങ്കിൽ നെഗറ്റീവ് ഉള്ള പ്രയാസങ്ങൾ അത് പോസിറ്റീവായി കൊടുക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പടച്ചുവിടുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പത്രദൃശ്യ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് CPIM-നെ കരുവാക്കേണ്ടതില്ല. CPIM എന്ന പ്രസ്ഥാനം അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും പരിശോധനകൾ നടത്തി, ചർച്ച നടത്തി, കൂലങ്കഷമായുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിന് തക്കതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കണം. അതിൽ പത്രദൃശ്യ മാധ്യമങ്ങളൊന്നും ബേജാറാകേണ്ടതില്ല. അപ്പോൾ ഇന്നലത്തെയും ഒക്കെ ചർച്ചകൾ, മാധ്യമങ്ങളുടെ ചർച്ചകൾ കണ്ടാൽ CPIM-ൻ്റെ പാർട്ടി കമ്മിറ്റികളും അതുപോലെ തന്നെ ഘടകങ്ങളുമൊക്കെ പിരിച്ചുവിടാൻ പോവുകയാണ്. ആകെ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി ഉൾപ്പെടെയുള്ള ആളുകളെ ഉയർത്തിക്കാട്ടിയത് കൊണ്ടാണ് തിരിച്ചടികളുണ്ടായത്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയനെ തീരുമാനിച്ചത് ശരിയായില്ല എന്നൊക്കെ ഉള്ള അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള, ആരാണോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്താ റിപ്പോർട്ടറുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഭാവനാത്മകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് CPIM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നന്നാക്കാനല്ല എന്നുള്ള തിരിച്ചറിവ് അതിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ട് എന്നാണ് ഈ പത്രദൃശ്യ മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.